നമ്മുടെ ഫേമിലേക്ക് ഒരു വേക്കൻസി വന്നിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ മാനേജർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കാണ് വേക്കൻസി ഉള്ളത്. പേഴ്സണൽ മാനേജർ എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടീസ് വരുന്നത് മെയിനായിട്ട് ഇപ്പോൾ നമ്മുടെ തന്നെ പല രീതിയിലുള്ള ബിസിനസ് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഓവറോൾ മാനേജ്മെൻറ്റ് പല സ്ഥലത്ത് എനിക്ക് തന്നെ എല്ലായിടത്തും ചെന്ന് എത്താൻ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ അഭാവത്തിൽ ആ കാര്യങ്ങൾ നീറ്റായിട്ട് ചെയ്യാൻ പറ്റും, ആ രീതിയിൽ ചെയ്യാൻ കഴിവുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളതിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ വെക്കുന്ന ഒരു BBA അല്ലെങ്കിൽ MBA പോലുള്ള കോഴ്സുകൾ കഴിഞ്ഞ അല്ലെങ്കിൽ അങ്ങനെ ഡിഗ്രി ഉള്ള ആൾക്കാരെയാണ് പ്രിഫർ ചെയ്യുന്നത്. സെയിൽസിലും മാർക്കറ്റിങ്ങിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ പ്രിഫറൻസ് ഉണ്ട്. തിരുവനന്തപുരം ബേസ്ഡ് ആയിട്ടുള്ളവരായിരിക്കണം. അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. കാറ് അങ്ങനെയുള്ള വണ്ടികളെല്ലാം നല്ല രീതിയിൽ ഓടിക്കാൻ അറിയുന്ന ആളായിരിക്കണം. അപ്പോൾ നമ്മുടെ ഏത് വർക്ക് പറഞ്ഞു കഴിഞ്ഞാലും ചെയ്യാൻ കഴിവുണ്ടാകണം. പിന്നെ സ്വന്തമായിട്ടൊരു ബൈക്ക് വേണം. നമുക്ക് മെയിനായിട്ട് നമ്മുടെ ബിസിനസ് ആക്ടിവിറ്റീസ് നടക്കുന്നത് ഇപ്പോൾ തിരുവനന്തപുരത്ത് നമ്മുടെ മെയിൻ ഓഫീസ് വരുന്നത്, അതായത് റിയൽ എസ്റ്റേറ്റ് ബേസ്ഡ് ആയിട്ടുള്ള മെയിൻ ഓഫീസ് വരുന്നത് പരുത്തിപ്പാറയിലാണ്. ഇനി അല്ലാണ്ട് നമുക്ക് കഫേസ് ഉണ്ട്, ഷുഗർ കെയിൻ ജ്യൂസ് ഔട്ട്ലെറ്റ്സ് ഉണ്ട്. ഇങ്ങനെയുള്ള കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഓവറോൾ മാനേജ്മെൻറ്റ്, അവിടെയുള്ള സ്റ്റാഫ് അലോക്കേഷൻ, ഇങ്ങനെയുള്ള പല ആക്ടിവിറ്റീസ് ചെയ്യേണ്ടത്. ചില കാര്യങ്ങളിൽ അതായത് നമ്മൾ ഓണർ എന്ന നിലയിൽ ഞാൻ ചെന്ന് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതിൽ പലയിടത്തും നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പോസ്റ്റിലേക്ക് ഇപ്പോൾ നമ്മൾ ആളെടുക്കുന്നത്. അപ്പോൾ എൻ്റെ അഭാവത്തിലും ആ കാര്യങ്ങളെല്ലാം നീറ്റായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റണം. ഇതാണ് നമ്മുടെ ഡ്യൂട്ടി വരുന്നത്. അത് എന്ത് ജോലി പറഞ്ഞാലും, ഏത് രീതിയിലുള്ള വർക്കുകൾ പറഞ്ഞാലും ആ രീതിയിൽ നിങ്ങൾക്കത് നിങ്ങളുടെ റൂട്ടീൻസ് എല്ലാം മോഡിഫൈ ചെയ്ത് അതിന് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫോം ആകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യാം. താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ റെസ്യൂം അയയ്ക്കാം. അതിനുശേഷം ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവും. ആ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് നമ്മൾ നേരത്തെ അറിയിക്കുന്നതാണ്. ആ ഇൻ്റർവ്യൂവിന് ശേഷമായിരിക്കും നമ്മൾ ഈ പോസ്റ്റിലേക്കാണല്ലോ ഫിക്സ് ചെയ്യുന്നത്. റെസ്യൂം അയക്കുമ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന സാലറി, നിങ്ങളുടെ എക്സ്പീരിയൻസ് എത്രയാണ്, ഏതൊക്കെ ഫേമിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, നിങ്ങൾ ഇതുവരെയും ഹോൾഡ് ചെയ്തിരുന്ന പൊസിഷൻസ്, ആ കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തി റെസ്യൂമിൽ ഉൾപ്പെടുത്തി താഴത്തെ കാണുന്ന നമ്പറിലേക്ക് അയക്കാൻ പറയുന്നു.